ഹായ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഇപ്പോൾ വൈകുന്നേരമായ സമയം 6:10 ഞങ്ങളിപ്പോൾ അമ്പലത്തിൽ പോകാനായിട്ടൊക്കെ റെഡി ആവുകയാണ്. ഇന്ന് തൊട്ട് 3 ദിവസം ഞങ്ങളുടെ ഇവിടുത്തെ അയ്യപ്പ ക്ഷേത്രത്തിൽ ഉത്സവമാണ്. അതായത് വൃശ്ചിക മാസത്തിലെ ഉത്സവം ഇന്ന് തൊട്ട് തുടങ്ങുക. 3 ദിവസം ഉണ്ടാവും. ഇന്ന് നാളെ മറ്റന്നാളും ഉണ്ടാവും. മറ്റന്നാളാണ് ഇതൊക്കെ ഉണ്ട്, എഴുന്നള്ളത്ത് മീൻസ് ആനയൊന്നുമില്ല, താലപ്പൊലിയൊക്കെ ഇങ്ങനെ കൊണ്ട് ഇങ്ങനെ ഒരമ്പലത്തിൽ നിന്ന് വേറെ അമ്പലത്തിലോട്ട് പോകും. അങ്ങനെയൊക്കെ മറ്റന്നാളാണ് ഉള്ളത്, അതായത് സൺഡേയിൽ. ഇന്നിപ്പോൾ ഫ്രൈഡേയാണ്. അമ്പലത്തിൽ പോകാനായിട്ടൊക്കെ റെഡിയായി അമ്പലത്തിലേക്ക് പോകാൻ ഇറങ്ങുവാണ്. അപ്പം നമുക്ക് അമ്പലത്തിൽ ചെന്നിട്ട് കാണാം. അമ്പലത്തിലെ വിശേഷങ്ങളൊക്കെ കാണണ്ടേ? നമ്മൾ ഇത്രയും നേരവും കണ്ടത് അമ്പലത്തിലെ രാവിലത്തെ ഗണപതി ഹോമവും പൂജകളും ഒക്കെ ആയിരുന്നു. ഞങ്ങളിപ്പോൾ വൈകുന്നേരത്ത് അമ്പലത്തിലേക്ക് പോകാനായിട്ട് റെയിൽവേ പാട്ടൊക്കെ ക്രോസ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോഴുണ്ട് ദേ വരുന്നു നമ്മുടെ വന്ദേ ഭാരത്. അപ്പോൾ അതിനെ കണ്ടുകൊണ്ട് ഞാൻ അവിടെ നിന്ന് നിന്നതല്ല, അത് പോയിട്ട് വേണം എനിക്ക് ക്രോസ് ചെയ്ത് പോകാനായിട്ട്. അതിന് നിന്നതാട്ടോ. അപ്പോൾ എത്ര കണ്ടാലും നമുക്ക് മതി വരാത്തൊരു ട്രെയിനാണല്ലേ വന്ദേ ഭാരത്. ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും. ഞാനിത് സ്റ്റാർട്ട് ചെയ്തപ്പോഴൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇങ്ങനെ നോക്കുമായിരുന്നു, ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും ഒക്കെ. ഇതുവരേക്കും കയറാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. അതെന്നാണാവോ ഇനി പറ്റുന്നത്, അറിയാൻ വയ്യ. ഞാൻ മുന്നേ നടന്നിങ്ങ് പോരുന്നു. ധനുഷ് അവിടെ റെയിൽവേ ക്രോസിങ്ങിൽ പെട്ടുപോയി. ഞാൻ റെയിൽവേ ക്രോസിങ്ങിൽ നിന്നില്ല, ഞാൻ നടന്നിങ്ങ് പോരുന്നു. എനിക്കൊരു കടയിൽ കയറണമായിരുന്നു. അതുകൊണ്ട് ഞാൻ മുന്നോട്ട് നടന്നു പോകുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എത്തി. കണ്ടില്ലേ വന്ദേ ഭാരത് ട്രെയിൻ പോകുന്നത്. അപ്പോൾ ധനുഷ് അവിടെ പെട്ടുപോയി. വന്ദേ ഗേറ്റ് തുറന്നു, ഇപ്പോൾ വരും. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി. അമ്പലത്തിൽ ദീപാരാധനയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഭഗവതി സേവ തുടങ്ങാൻ പോവുകയാണ്. നമുക്ക് ഭഗവതി സേവയിൽ പങ്കെടുക്കാം. അല്ലെങ്ങനെ വെച്ചിരിക്കും.
അങ്ങനെ പൂജയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ചെറിയ കുട്ടികളുടെ കലാപരിപാടികളാണ്. ഇതൊരു കുട്ടി ഡാൻസ് ചെയ്യുന്നതാണ്. എനിക്ക് പാട്ട് കേൾപ്പിക്കാൻ പറ്റില്ല. വളരെ നല്ല പാട്ടും നല്ല ഡാൻസും ആയിരുന്നു. ഞങ്ങളെല്ലാവരും നന്നായിട്ട് ആസ്വദിച്ചു. കുട്ടികൾക്കൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ള സമയത്തല്ലേ ഒരു ടൈം കിട്ടുന്നത്, അമ്പലത്തിലൊക്കെ ഇങ്ങനെയുള്ള പ്രോഗ്രാമൊക്കെ അവതരിപ്പിക്കാനായിട്ട്. हमारा गांव का ट्रेडिशनल ये ये गाना ഇപ്പം നമ്മൾ കേട്ടത് ഉടുക്കുകോട്ടാണെന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടിലേക്ക് അങ്ങനെ പറയുന്നത്, എല്ലായിടത്തും എന്താണോ എന്തോ പറയുന്നത് അറിയില്ല. അപ്പോൾ ധനുഷിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അത് ഇവിടുത്തെ മഹാരാഷ്ട്രനാണ്. അപ്പോൾ അതിനറിയില്ല അത് എന്താണെന്നുള്ളത്. അപ്പം ഞാനും ധനുഷും കൂടെ അതെന്താ എന്തിനാണ് പാടുന്നതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഇത് ഭഗവതി സേവ ചെയ്തതാണ്. എല്ലാ ദിവസവും, അതായത് ഇനിയിപ്പോൾ 3 ദിവസവും ഇതേ കണക്ക് ഭഗവതി സേവ ഉണ്ടാവും.